ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഇത് 10ാമത് വർഷമാണ് അന്താരാഷ്ട്ര യോഗ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ജൂൺ 21 ഇന്ന് വെള്ളിയാഴ്ച. ഈ അവസരത്തിൽ യോഗയെപ്പറ്റി ഭാരതരാഷ്ട്രം സർവ ജീവരാശിക്കും വേണ്ടിയിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയ പവിത്രമായിരിക്കുന്ന ഈ ജ്ഞാന സമ്പത്തിനെപ്പറ്റി ഏതാനും കാര്യങ്ങൾ നമുക്ക് ഉറക്കെ ചിന്തിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ ക്ലാസ് എല്ലായിടവും എത്തുന്നു എന്നതിൻ്റെ സൂചനയുമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ വന്നു തുടങ്ങി. പ്രിയമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും രാജയോഗ പദ്ധതി നമുക്ക് അനുഗ്രഹിച്ച് അരുളിയ അതിൻ്റെ പരമാചാര്യൻ പതഞ്ജലി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഈ ലോകത്തിലെ സമസ്ത ജീവരാശിക്കും ഭാരതം നൽകിയ ഈ അമൂല്യമായ വരദാനത്തെ നമ്മൾ ഭക്തിപുരസ്സരം സ്വീകരിച്ച് അനുഷ്ഠിക്കുന്ന ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ആ ഒരു വരദാനത്തിൻ്റെ മഹത്വത്തിൽ കുറേ കാര്യങ്ങളെങ്കിലും കൂട്ടായിട്ട് വിചിന്തനം ചെയ്യാം. അതാണ് ഈ പരിശ്രമത്തിൻ്റെ ഉദ്ദേശം. ഭാരതത്തിലാണ് ഈ ലോകത്തിൽ ഏറ്റവും പഴക്കമേറിയ സാഹിത്യമുണ്ടായത്. അതിനോളം പഴക്കമുള്ളതായിട്ട് ഒരു വാക്യം പോലും നമുക്ക് പുരാതന കാലത്ത് നിന്നിട്ട് ലോകത്തൊരിടത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഏറ്റവും പഴക്കമേറിയ ആ സാഹിത്യം അത് മന്ത്രസാഹിത്യമാണ്, അത് വേദങ്ങളാണ്. ഋക്കും യജസ്സും സാമവും അഥർവവും
ഈ വേദങ്ങൾ പ്രപഞ്ചത്തിൻ്റെ പരമമായ രഹസ്യത്തെ നമ്മുടെ മുന്നിൽ പകലുപോലെ വ്യക്തമാക്കി തരുന്നു. ഈ വേദങ്ങൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. വേദമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവെന്നാണ്. വേദങ്ങളിലൂടെ ലഭിക്കുന്നത് പരമമായ അറിവാണ്. യാതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെട്ടതായി തീരുക. ആ അറിവാണ് നമുക്ക് വേദങ്ങളിലൂടെ ലഭിക്കുന്നത്. വേദങ്ങൾ പകർന്നു തരുന്ന ആ പവിത്രമായിരിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനത്തെ നമുക്ക് ലഭ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് ശാസ്ത്രങ്ങളും മറ്റനേകം വിജ്ഞാന പദ്ധതികളും ഭാരത പാരമ്പര്യത്തിൽ അങ്കുരിച്ചു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 6 ദർശനങ്ങൾ. ആ 6 ദർശനങ്ങൾ ആസ്തിക ദർശനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നാസ്തിക ദർശനങ്ങളും ഉണ്ട് ഭാരതത്തിൽ. അവയെല്ലാം പിന്തള്ളപ്പെട്ടു. അവയെല്ലാം ഇന്നും ലഭ്യമാണ്, പക്ഷേ പിന്തള്ളപ്പെട്ടു. ആസ്തിക ദർശനങ്ങൾക്കാണ് ഭാരതത്തിൽ പരിപൂർണമായിരിക്കുന്ന മുൻതൂക്കം ലഭിച്ചത്. അതാണ് ഭാരതത്തിൽ നിന്നിട്ട് ലോകമെമ്പാടും ഇന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആസ്തിക ദർശനങ്ങളിൽ ഒന്നാണ് നമുക്ക് പതഞ്ജലി മഹർഷി പകർന്നു തന്ന യോഗ ദർശനം. ആസ്തിക ദർശനങ്ങൾ 6 എന്ന് പറഞ്ഞു. ന്യായദർശനം, വൈശേഷിക ദർശനം, സാഖ്യദർശനം, യോഗദർശനം, പൂർവമീമാംസാ ദർശനം, ഉത്തരമീമാംസാ ദർശനം എന്നിവയാണ് ഇത് 6. എന്തുകൊണ്ട് ഇവയെ ഒരുമിച്ച് ആസ്തിക ദർശനങ്ങൾ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, അവ പ്രമാണമായിട്ട് വേദങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവയെ ആസ്തിക ദർശനം എന്ന് പറയുക. വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നു. നമ്മുടെ പ്രാചീനമായിരിക്കുന്ന ശാസ്ത്ര ചർച്ചകളിലെല്ലാം ആ ചർച്ചയിൽ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ആദ്യമേ പറയും. എന്ന് മാത്രമല്ല, അതിലൂടെ നമുക്ക് ലഭ്യമായി തീരുന്നതായ അറിവ് അതും എന്താണ് എന്ന് പറയും. ആ അറിവിനെ പ്രമേയം എന്ന് പറയും. പ്രമാണവും പ്രമേയവും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ തുടക്കത്തിലേ പറഞ്ഞു വച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈ ആസ്തിക ദർശനങ്ങൾ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ മുഖ്യമായിട്ട് വേദങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. വേദങ്ങളെ പ്രമാണമായി അംഗീകരിക്കാത്ത ദർശനങ്ങൾക്കാണ് നാസ്തിക ദർശനങ്ങൾ എന്ന് പറയുക. അങ്ങനെ അവ തമ്മിൽ വ്യത്യാസം. ആസ്തിക ദർശനങ്ങൾ ഈ 6 അതിനെല്ലാം അതിപുരാതനമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾക്ക് അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം അനേകം ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ, ആയിരത്താണ്ടുകളിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പരമമായിരിക്കുന്ന ഗ്രന്ഥം ആദ്യമേ തന്നെ അതിൻ്റെ പരമാചാര്യന്മാർ നൽകിയ ഗ്രന്ഥങ്ങളാണ്. ന്യായ ദർശനത്തിൻ്റെ പരമാചാര്യൻ ഗൗതമനാണ്. അദ്ദേഹം നമുക്ക് ന്യായസൂത്രങ്ങൾ നൽകി. അതിന് ഗൗതമീയം എന്ന് പേരുണ്ട്. ന്യായദർശനത്തെ തുടർന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വൈശേഷിക ദർശനമാണ്. ആ വൈശേഷിക ദർശനത്തിന്റെ പരമാചാര്യൻ കണാദ ഋഷിയാണ്. അതേപോലെ തന്നെ പിന്നെ അടുത്ത ദർശനമാണ് സാഖ്യം എന്നുള്ളത്. വൈശേഷിക ദർശനത്തിന്റെ പരമാചാര്യനായിരിക്കുന്ന കണാദൻ വൈശേഷിക ദർശനത്തിന് പരമമായിരിക്കുന്ന
ഗ്രന്ഥം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതിന് കണാദ സൂത്രങ്ങൾ എന്നു പേര്, വൈശേഷിക സൂത്രങ്ങൾ എന്നു പേര്. അതേപോലെ സാഖ്യദർശനം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ സാഖ്യദർശനത്തിന്റെ പരമാചാര്യൻ കപില മഹർഷിയാണ്. കപിലനെ ഭാഗവതം അവതരിപ്പിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ്. ഭാഗവതത്തിനകത്ത് രണ്ടിടത്ത് കപിലോപദേശം കടന്നുവരും. വളരെയേറെ പ്രാധാന്യം അതിനുണ്ട്. ഈ എല്ലാ ദർശനങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. കപില മഹർഷി സാഖ്യസൂത്രങ്ങൾ നമുക്ക് നൽകി. ഇന്നും സാഖ്യസൂത്രങ്ങൾ ലഭ്യമാണ്. പക്ഷെ ഇന്ന് ലഭിക്കുന്ന സാഖ്യസൂത്രം കപില മഹർഷിക്ക് ശേഷം പിന്നീടാരോ ക്രോഡീകരിച്ചതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. കപിലൻ എഴുതിയ, നമുക്ക് നൽകിയതായ ആ മൂലഗ്രന്ഥം നമുക്ക് എങ്ങനെയോ ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ 1000 ആണ്ടുകൾക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും കപിലന്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഈശ്വരകൃഷ്ണൻ നമുക്ക് സാഖ്യദർശനത്തിന്റെ പരമമായ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. സാഖ്യകാരിക എന്നാണത് പേര്. അത് കാരികാരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളും ഇനി പറയാൻ പോകുന്ന ഗ്രന്ഥങ്ങളും സൂത്രരൂപത്തിലാണ്. ശാസ്ത്രങ്ങൾ ഒന്നുകിൽ സൂത്രരൂപത്തിൽ പറയും, അല്ലെങ്കിൽ കാരികാരൂപത്തിൽ പറയും. സാഖ്യ ദർശനത്തെ ഈശ്വരകൃഷ്ണൻ നമുക്ക് തരുന്നത് കാരികാരൂപത്തിലാണ്. അതിന് സാഖ്യകാരിക എന്നു പേര്. സാഖ്യകാരിക സാഖ്യദർശനത്തിന്റെ പ്രാമാണിക ഗ്രന്ഥമായിട്ട് പഠിക്കപ്പെടുന്നു. അതിനും അനേകം വ്യാഖ്യാനങ്ങളുണ്ടായി, പുനരാവിഷ്കരണങ്ങളുണ്ടായി. അതിന്റെ വിവിധ ഭാഗങ്ങൾ അനേകം ആചാര്യന്മാരാൽ പല പ്രകാരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ആ ശാഖയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം വ്യാഖ്യാനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു ദർശനമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്ന യോഗദർശനം. ആ യോഗദർശനത്തിന്റെ പരമാചാര്യനാണ് പതഞ്ജലി മഹർഷി. സാക്ഷാൽ അനന്തന്റെ അവതാരമാണ് അദ്ദേഹം എന്ന് നമ്മുടെ ആചാര്യ പരമ്പര നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പതഞ്ജലി മഹർഷി യോഗസൂത്രങ്ങളെ നമുക്ക് പകർന്നു തന്നു. അഥ യോഗാനുശാസനം എന്ന ആദ്യത്തെ സൂത്രം യോഗ ദർശനത്തെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടാനായിട്ട് ആരംഭിക്കുന്നു. അങ്ങനെ ആ യോഗ സൂത്രങ്ങളിലൂടെ അദ്ദേഹം യോഗദർശനത്തെ, രാജയോഗ പദ്ധതിയെ നമുക്ക് പകർന്നു തന്നു. അതിനെ ആസ്പദമാക്കിയിട്ട് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ടായിട്ട് ധാരാളം ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് ആസനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പിന്നെയും ഉണ്ടായി. ഘടയോഗാദി ഗ്രന്ഥങ്ങളുണ്ടായി, ഘടയോഗാദി ശാസ്ത്രങ്ങളുണ്ടായി. അങ്ങനെ അനേകങ്ങളായിട്ട് പിരിഞ്ഞ് ആ സമ്പൂർണമായി നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ദർശന സാഹിത്യത്തെ പോഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ പൂർവമീമാംസാ സൂത്രങ്ങളാണ്. യജ്ഞകർമ്മങ്ങളും ഹോമവും ഒക്കെ കടന്നു വരുന്നത്, പൂജാവിധാനങ്ങളും ഒക്കെ കടന്നു വരുന്നത് ഈ പൂർവമീമാംസയിലാണ്. അതിന്റെ പരമാചാര്യൻ ജൈമിനി മഹർഷിയാണ്. അദ്ദേഹം നമുക്ക് പൂർവമീമാംസാ സൂത്രങ്ങൾ അഥവാ ജൈമിനീയ സൂത്രങ്ങൾ പകർന്നു തന്നു. അതിനും ധാരാളം വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ട് ധാരാളം ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ വിപുലമായ പഠനങ്ങൾ അതിനെ ആസ്പദമായി ഭാരതത്തിൽ നടന്നു. 1000 ആണ്ടുകളിലൂടെ നടന്നു. അനേകം നൂറുകണക്കിന് ഗ്രന്ഥങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഒക്കെ നമുക്കതിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് കിട്ടുന്ന ദർശനമാണ് ഉത്തരമീമാംസാ ദർശനം. അതിന് വേദാന്ത ദർശനം എന്ന പേര്. അതിന്റെ പരമാചാര്യൻ സത്യവതിയുടെ പുത്രനായിരിക്കുന്ന ഭഗവാൻ വേദവ്യാസനാണ്. അദ്ദേഹം നമുക്ക് വേദാന്ത ദർശനത്തെ സമഗ്രമായിട്ട് സൂത്രരൂപത്തിൽ തന്നിട്ടുണ്ട്.
അതിന് വേദാന്ത സൂത്രം എന്ന പേര്, ബ്രഹ്മസൂത്രം എന്ന പേര്, വ്യാസസൂത്രം എന്ന പേര്, ബാദരായണ സൂത്രം എന്ന പേര്, ഇങ്ങനെ അനേക പേരുകളുണ്ട്. ബാദരായണൻ എന്നുള്ളത് വ്യാസന്റെ പേരാണ്. വ്യാസൻ അനേകം പേരുണ്ട്. അതുകൊണ്ട് ആ പേരുകളിലെല്ലാം ഈ സൂത്രഗ്രന്ഥം അറിയപ്പെടുന്നു. ആ ബ്രഹ്മസൂത്രം വേദാന്ത ദർശനത്തിന്റെ സമ്പൂർണമായ ചിത്രത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഉപനിഷത്തിനെ കാച്ചി കുറുക്കി അതിലെ തത്വങ്ങൾ മുഴുവൻ ശേഖരിച്ച് അതിനെ നമുക്ക് പഠിക്കാൻ പാകത്തിന് സൂത്ര രൂപത്തിൽ വ്യാസഭഗവാൻ എഴുതി തന്നതാണ് വേദാന്ത സൂത്രങ്ങൾ. ശങ്കരാചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതി. ബ്രഹ്മസൂത്രത്തിന് അനേകം ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യം വളരെയേറെ പ്രസിദ്ധം. അതാണ് ഏറെ പഠിക്കപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അദ്വൈതം എന്നുള്ള വൈദികമായിരിക്കുന്ന വേദങ്ങളിലൂടെ ലഭിക്കുന്നതായ സിദ്ധാന്തത്തെ ശങ്കരാചാര്യസ്വാമികൾ ഈ ബ്രഹ്മസൂത്രത്തിലൂടെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തന്നു.